തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. മുൻ മലപ്പുറം SP സുജിത് ദാസിനെ കുരുക്കുമുറുകുന്നു. PV അൻവർ MLAയുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്നതോടെ സുജിത് ദാസിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത്. PV അൻവർ MLA സുജിത് ദാസിനെതിരെ നടത്തിയ സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ അന്വേഷണം നടത്താനൊരുങ്ങുകയാണ് കസ്റ്റംസ്. PV അൻവർ MLA ഉന്നയിച്ച ഒട്ടേറെ ആരോപണങ്ങൾക്കൊപ്പമാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സുജിത് ദാസിനെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നത്. സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയ സ്വർണ്ണക്കടത്തു കേസുകൾ വിശദമായി പരിശോധിക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. സുജിത് ദാസ് SP ആയിരിക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 100-ലേറെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇത് മാസങ്ങൾക്ക് ശേഷമാണ് കസ്റ്റംസിന് കൈമാറിയത്. പിടികൂടിയ സ്വർണത്തിന്റെ അളവിലടക്കം വലിയ പൊരുത്തക്കേടുകൾ കസ്റ്റംസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടത്തുവാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗമാണ് പ്രാഥമിക അന്വേഷണം നടത്തുക. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സുജിത് ദാസിനെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. അൻവറുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെയാണ് സുജിത് ദാസ് കുടുങ്ങിയത്. മലപ്പുറം SPയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള പരാതിയെ തുടർന്നായിരുന്നു ഇത്. കസ്റ്റംസ് പരിശോധനയിൽ കുടുങ്ങാതെ പുറത്തെത്തുന്ന സ്വർണ്ണക്കടത്തുകാരെ പുറത്തുവെച്ച് പിടികൂടുമെങ്കിലും രേഖകളിൽ കുറച്ച് സ്വർണം മാത്രം പിടിച്ചതായി കാണിക്കുകയാണ് സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ ചെയ്തിരുന്നത് എന്നായിരുന്നു അൻവറിന്റെ ആരോപണം. ഇതോടെയാണ് സുജിത് ദാസിനെതിരെ കസ്റ്റംസ് രംഗത്തെത്തിയിരിക്കുന്നത്. സുജിത് ദാസ് SP ആയിരിക്കെ പിടികൂടിയ സ്വർണ്ണക്കടത്തു കേസുകളിലാണ് അന്വേഷണം നടക്കുക. ന്യൂസ് ഡെസ്ക് മലപ്പുറം.